പുതിയ മണവാട്ടിയുടെ കയ്യില് ആകെയുള്ളത് 4 സാരിയാ. അതിലാണെങ്കിൽ ചുമന്ന സാരി ഇല്ല ധനം. എങ്ങനെ അമ്പലത്തിലേക്ക് പോവും? ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പറ്റിയേനെ. താങ്ക് യു. സൂരജ്, അത് സൂരജ്, ആക്ച്വലി ഞാൻ ആകെ ഒരു വിഷമത്തിപ്പെട്ടിരിക്ക. ഇപ്പോഴെങ്കിലും അതൊന്നും മനസ്സിലാക്കിയല്ലോ. അതിപ്പോ ഈ സിറ്റുവേഷനിൽ നിങ്ങളെന്നല്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിലും വിഷമിച്ചു പോകുന്നേ. റിയലി? അപ്പൊ നിനക്ക് വിഷമം മനസ്സിലാവുന്നുണ്ടോ? കൊള്ളാം. എനിക്കല്ലാതെ മേഡത്തിന്റെ വിഷമം വേറെ ആർക്കാ മനസ്സിലാവുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നീ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യോ? ഇതല്ല ഞാൻ ദിവസങ്ങളായിട്ട് പറയുന്നത്. ഇതിനുള്ള സൊല്യൂഷനും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ മേഡത്തിന്റെ അച്ഛനടുത്തേക്ക് കൊണ്ടുപോവാ. അച്ഛനോ? ഇതിലിപ്പോ അച്ഛനടുത്ത് കൊണ്ടുപോയിട്ട് എന്താവാനാ? ഞാനിപ്പോ ഏത് കളർ സാരി ഉടുത്ത് നിന്റെ കൂടെ അമ്പലത്തിൽ വന്നാലും അച്ഛൻ എന്താ? സാരിയോ? അല്ല, ഇതിനിടയ്ക്ക് സാരി ഇവിടെ കയറി വന്ന? സാരി ഇതിനിടയ്ക്ക് കയറി വന്നതല്ല, അതാ ഇവിടെ തന്നെ കിടക്കല്ലേ. പക്ഷെ ഇതില് ഒരു പൂജയ്ക്ക് പോകാൻ പറ്റിയ ഒരു സാരിയില്ല. സൂരജ്, ഒന്നും വിചാരിക്കരുത്. പക്ഷേ നിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് എനിക്ക് വേണ്ടി ചുമന്ന സാരി കൊണ്ടുവരാൻ പറ്റുമോ? നാളെ നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ ചുമന്ന കളറിലുള്ള സാരി എടുത്ത് അവിടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ മാഡം നേരത്തെ മുതല് ഈ സാരിയുടെ കാര്യമാണോ പറഞ്ഞോണ്ടിരുന്നത്? ആ, വേറെന്താ? പിന്നെ ആ ചുമന്ന സാരിക്ക് മാച്ചായിട്ട് വള, മാല, കമ്മല്, പൊട്ട്, ലിപ്സ്റ്റിക് എല്ലാം വേണം. നമ്മള് ആദ്യമായിട്ടല്ലേ കുടുംബക്ഷേത്രത്തിൽ പോകുന്നേ? ഇതൊക്കെ ഇല്ലാതെ പിന്നെ എങ്ങനെ? ഹലോ, എക്സ്ക്യൂസ് മീ മാഡം, നമ്മള് കുലദൈവത്തിന്റെ അടുത്താ പോകുന്നത്. കുലദൈവം അവിടെ വേറെ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ല. നിങ്ങളുടെ ഈ ലിപ്സ്റ്റിക്, പൊട്ട്, മാച്ചായിട്ടുള്ള വളകള് ഇതൊക്കെ ചെക്ക് ചെയ്യാ. കൊടുക്കുന്ന സാരിയുടെ കളറല്ല, മനസ്സിലെ ഭക്തിയാ വലുത്. മനസ്സിലായോ? നീ കൂടുതലൊന്നും പറയണ്ട. സാരി വാങ്ങാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചുമന്ന കളർ സാരി കൊടുക്കും. നീ എന്തൊരു മനുഷ്യനാ? വിവാഹം കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചന തന്നെ ചുമന്ന സാരി, അറിയോ? ആദ്യത്തെ വഴിയാണ് സ്ഥാനം എന്ന് വെച്ചാൽ സ്നേഹപൂർവ്വം സംസാരിച്ച് കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിലൂടെ സാവധാനം സ്നേഹത്തിൽ സമാധാനത്തിൽ ചേർത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്നാ ശരി, സാരിയുടെ കൂടെ ഇനി എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ ഒരു ലിസ്റ്റിംഗ് തന്നോളൂ. ഞാനെല്ലാം വാങ്ങിട്ട് വരാം. വേറൊന്നും വേണ്ട, മാച്ചിങ് നെയിൽ പോളിഷും കൂടി വേണം പ്ലീസ്. എന്തൊരു ജന്മം! ഈ വീട്ടിൽ ഇതുവരെ എന്തൊക്കെ നടന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോട്ടെ. പകരം സാരിയുടെ കളറിനെ കുറിച്ചാ ചിന്തിക്കുന്നത്. ഇതിലേക്ക് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഞാനിനിയിപ്പോ എന്ത് പറയാനാ? ഒന്നുമില്ല. ആ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി തന്നാ എനിക്ക് പോവായിരുന്നു. മാർക്കറ്റ് വരെ പോയിട്ടെ. കാവ്യ, അത് മതി, കുറെ നേരമായി. ഞാൻ കണ്ണു തുറക്കാൻ പോവാ. വേണ്ട 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 വേണ്ട, 1 മിനിറ്റ്, 2 മിനിറ്റ്. ഞാൻ തുറക്കുക. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ താങ്കൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്.
അല്ല, ഈ ഫോട്ടോസ് ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ ഏട്ടത്തി തന്നതാ. നിങ്ങൾ ഈ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് എപ്പോഴും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ നിനക്ക് പെട്ടെന്ന് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പൂജയ്ക്ക്. ഇനിയിപ്പോ ഇതൊക്കെ എന്താ ചെയ്യേണ്ടെന്നാ എനിക്ക് പിടികിട്ടാത്തെ. ഇതിന്ന് കുലദേവതയുടെ മുന്നിൽ വെക്കുന്നത് എന്താ, മരുമകളുടെ കയ്യിൽ വെക്കുന്നത് എന്താ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ കാണുന്ന കൂടെ ഉണ്ടല്ലോ, ഇത് മരുമകള് അമ്പലത്തിലേക്ക് പോകുമ്പോ കയ്യിൽ വെക്കേണ്ടതാണോ അതോ തിരിച്ചു വരുമ്പോ കൊണ്ടുവരേണ്ടതാണോ? പറയൂ. പിന്നെ ഇതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ടാ എല്ലാവരും ഒന്ന് ശരിക്കും ചെക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തെങ്കിലും. ഈ അനിയനെ കൊണ്ട് തോറ്റു. എനിക്കൊരിക്കലും മനസ്സുകൊണ്ട് മരുമകളായിട്ട് കാണാൻ പറ്റാത്തവളെയാ എന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. നിനക്കറിയാവോ? എനിക്കോ? അല്ലാതെ പിന്നെ ആരാ? ചിറ്റപ്പ, എനിക്കിതൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാവുന്നല്ലേ, ഞാൻ തന്നെ സ്ഥിരം കല്യാണം മുടങ്ങി നിൽക്കുന്നവളാ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇതിലെന്തെങ്കിലും അബദ്ധം കാണിച്ചാ ഞാൻ തന്നെ പെട്ടുപോവില്ലേ? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എന്ന് മോളെ നീ പറ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? എനിക്ക് പൂജയ്ക്കുള്ളതൊക്കെ അമ്മ തന്നെ ഒരുക്കി തന്നതായിരുന്നു. അതെന്താണെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതിഥിയെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയാം. അറിയാമെങ്കിലും ഞാനിപ്പോ പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല. അവളവളുടെ ഭർത്താവിന്റെ കൂടെ പാസ്തയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് വന്നിരിക്കുക. ഇനി അമ്പലത്തിലും കൂടെ എൻജോയ് ചെയ്യാൻ പോവാ. ഈ അതിഥിയും ഫോൺ എടുക്കുന്നില്ല. മുത്തശ്ശ, ആ, അത് കൊള്ളാം. അത് എല്ലാരോടും ചോദിച്ചു, പക്ഷെ എന്നോട് ചോദിച്ചില്ലല്ലോ. ആഹാ. ആ, എന്റെ ഇന്റർനെറ്റിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ചോദിച്ചിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ, മിടുക്കൻ. നിന്റെ ഇന്റർനെറ്റ് ചേച്ചി വിവരങ്ങളൊക്കെ പറഞ്ഞു തരുമായിരിക്കും. പക്ഷെ അവർക്ക് കിട്ടേണ്ട അനുഗ്രഹം ഇല്ലേ, അത് വീട്ടിലെ മുതിർന്നവർ കൊടുക്കേണ്ടതല്ലേ. അതവരുടെ മനസ്സിൽ നിന്ന് കിട്ടേണ്ടതുമാണ്. ചെല്ലുമോനെ, നീ കളിച്ചോ. ചെല്ലു ചെല്ലു. ഇതവളെ മരുമകളായിട്ട് കണ്ടിട്ടൊന്നുമല്ല. നിന്റെ ഈ വിഷമം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാ. അതുകൊണ്ടാ ഈ പൂജാ സാധനങ്ങൾ ഞാൻ മുഴുവനാക്കുന്നത്. അതെ അനിയ, മുതിർന്നവരുടെ കയ്യില് ചടങ്ങ് ചെയ്യാനുള്ള അറിവ് മാത്രമല്ല, അത് ചെയ്ത് പരിചയം ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ പറയോ, വേലി ചാടിയവളുടെ മകളാവള്. നോക്കിക്കോ, ഒരു ദിവസം ഇവിടെ അവൾ അമ്മയെ പോലെ പുകിലുണ്ടാക്കി നമ്മളെല്ലാരും വിട്ടിട്ട് അവള് പോകും. എന്നാ ചേട്ടത്തെയും കണ്ടോ, സൂരജിനെ നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അത് ഈ കുട്ടിക്ക് മാത്രമായി.